ഗുഡ് മോർണിംഗ് സർ. മോർണിംഗ് അൻല, മോർണിംഗ് വ്യൂവേഴ്സ്. സർ, ആദ്യം തന്നെ നമ്മൾ US വിപണിയിലേക്ക് പോയി നോക്കുകയാണെങ്കിൽ വെള്ളിയാഴ്ച നല്ലൊരു മുന്നേറ്റം രേഖപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു. ഇന്നലെ വളരെ നേരിയ തോതിലൊരു പ്രോഫിറ്റ് ടേക്കിംഗ് ആയിരുന്നു കാണാൻ സാധിച്ചത്. എന്നാലും വെള്ളിയാഴ്ചത്തെ ഒരു മുന്നേറ്റം കമ്പയർ ചെയ്യുമ്പോൾ അതിശക്തമായിട്ട് ഇടിവെന്നൊന്നും പറയാനും സാധിക്കുകയില്ല. വളരെ ഹെൽത്തി ആയിട്ടുള്ളൊരു നേരിയൊരു കറക്ഷൻ മാത്രമായിരുന്നു രേഖപ്പെടുത്തിയിരുന്നത്. ഡൗ ജോൺസിനെ സംബന്ധിച്ച് വളരെ ഫ്ലാറ്റ് പോസിറ്റീവ് നോട്ടിൽ ക്ലോസ് ചെയ്തപ്പോൾ S&P 500 സൂചികയും നാസ്ഡാക്ക് കോമ്പോസിറ്റ് സൂചികയും ഒരു നെഗറ്റീവ് ടോണിലാണ് ക്ലോസ് ചെയ്തിരിക്കുന്നത്. അമേരിക്കൻ സൂചികളിൽ ഇനി മുന്നോട്ടേക്കുള്ള താങ്കളുടെ ഒരു വ്യൂ എന്താണ്? ഈ ഒരു പ്രോഫിറ്റ് ടേക്കിംഗ് തുടരുമെന്ന് തന്നെയാണോ പ്രതീക്ഷിക്കുന്നത്? അല്ല, ആക്ച്വലി ഇന്നലെ അമേരിക്കൻ വിപണിയിൽ നോക്കുമ്പോഴേക്കും ന്യൂയോർക്ക് സ്റ്റോക്ക് എക്സ്ചേഞ്ച് അതുപോലെ തന്നെ നാസ്ഡാക്കും ഒരു ഡൈവേഴ്സ് മോഡിലായിരുന്നു നമുക്ക് ക്ലോസിംഗ്സ് കാണാൻ സാധിച്ചത്. ഡൗ ജോൺസ് ഇൻഡെക്സിന്റെ കേസ് എടുക്കുമ്പോഴേക്കും ഇന്നലെ ആക്ച്വലി ഒരു റെക്കോർഡ് ഓൾ ടൈം ഹൈ ലെവൽ വരെ എത്തിച്ചേർന്നിരുന്നു. ഇന്നലെ കണ്ട നമ്മുടെ ഏറ്റവും ഹയസ്റ്റ് ലെവൽ 41,420 പോയിന്റ് ആയിരുന്നു. ഇതിന് മുൻപ് നമുക്ക് കാണാൻ സാധിച്ച ഓൾ ടൈം ഹൈ 41,376 ആയിരുന്നു. അത് ജൂലൈ 18 ആയിരുന്നു നമുക്ക് ഡൗ ജോൺസ് ഇൻഡെക്സ് നൽകിയത്. സോ അണ്ടർടോൺ ന്യൂയോർക്ക് സ്റ്റോക്ക് എക്സ്ചേഞ്ച് വളരെ ബുള്ളിഷായി തന്നെ തുടരുന്നുണ്ട്. ആൻഡ് നാസ്ഡാക്ക് ഇൻഡെക്സിന്റെ കേസ് എടുക്കുമ്പോഴേക്കും കഴിഞ്ഞ 3 ട്രേഡിംഗ് സെഷൻസിൽ നമുക്ക് നേരിയ തോതിൽ ഒരു പ്രോഫിറ്റ് ടേക്കിംഗ് കാണാൻ സാധിക്കുന്നുണ്ട്. ബട്ട് ഈ ഒരു പ്രോഫിറ്റ് ടേക്കിംഗ് നമുക്ക് ആക്ച്വലി ഒരു ബൈയിങ് ഓപ്പർച്യൂണിറ്റി ആയിട്ട് വേണം നമ്മൾ കരുതാൻ. നമ്മൾ ഇന്ന് ബുള്ളിഷ് ട്രിഗറായിട്ട് ശ്രദ്ധിച്ചിരിക്കേണ്ടത് 19,740 പോയിന്റ് ആയിരിക്കണം നാസ്ഡാക്ക് ഇൻഡെക്സിന്റെ കേസിൽ. 19,740 റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യാൻ സാധിച്ചു കഴിഞ്ഞാൽ അടുത്ത മേജർ റെസിസ്റ്റൻസ് 20,000, അതിനെ തുടർന്ന് 20,450 പോയിന്റിലും ആയിരിക്കും. മൈ എക്സ്പെക്ടേഷൻ നാസ്ഡാക്ക് ഇൻഡെക്സിന് ഈ ആഴ്ച തന്നെ നമുക്ക് ആ ഒരു റിക്കവറി എക്സ്പെക്ട് ചെയ്യാം. സർ, കമോഡിറ്റി മാർക്കറ്റിലേക്ക് വരികയാണെങ്കിൽ ഒരു പക്ഷേ ഇന്നത്തെ ഒരു ഇൻട്രാഡേയിൽ പരിശോധിക്കുമ്പോൾ $80 ബ്രെന്റ് ക്രൂഡ് $80 മുകളിലേക്ക് ഉയരുന്നൊരു സ്ഥിതി ഉണ്ടായിരുന്നു. ഒരു പക്ഷേ ദിവസങ്ങൾക്ക് ശേഷമാണ് ആ ഒരു നിലയിലേക്ക് ബ്രെന്റ് ക്രൂഡ് എത്തുന്നത്. ഒപ്പം തന്നെ WTI ക്രൂഡിലേക്ക് എത്തിയാലും സമാനമായിട്ടൊരു മുന്നേറ്റം രേഖപ്പെടുത്തിയായിട്ട് കാണാൻ സാധിക്കുന്നുണ്ട്. WTI ക്രൂഡിലേക്ക് എത്തുമ്പോൾ നിലവിൽ ഒരു 0.5% ഇടിവിൽ $77.14 എന്ന നിലയിലും, ഒപ്പം തന്നെ ബ്രെന്റ് ക്രൂഡും ഒരു 0.3% ഒരു ഇടിവിൽ $80.13 എന്നൊരു നിലയിലുമാണ് വ്യാപാരം മുന്നോട്ട് കൊണ്ടുപോകുന്നത്. ക്രൂഡിലുള്ള പ്രത്യേകിച്ച് മിഡിൽ ഈസ്റ്റിലെ പ്രതിസന്ധികളൊക്കെ വർദ്ധിച്ചു വരുന്ന ഒരു സാഹചര്യത്തിൽ ക്രൂഡിലുള്ള താങ്കളുടെ ഒരു എക്സ്പെക്ടേഷൻസ് എന്തൊക്കെയാണ്? അല്ല, നമ്മൾ ക്രൂഡ് നോക്കുമ്പോഴേക്കും കഴിഞ്ഞ 3 ട്രേഡിംഗ് സെഷൻസിൽ ശക്തമായിട്ടൊരു റിക്കവറി കാണാൻ സാധിക്കുന്നുണ്ട്. അറ്റ് ദിസ് പോയിന്റ് ഓഫ് ടൈം നമുക്ക് അത് ആ ഒരു റിക്കവറി ഷോർട്ട് കവറിംഗ് ആയിട്ട് മാത്രമേ വിലയിരുത്താൻ സാധിക്കത്തുള്ളൂ. WTI ക്രൂഡിന്റെ കേസ് എടുക്കുമ്പോഴേക്കും ഇന്നലെ നമ്മൾ ക്ലോസിംഗ് പ്രൈസ് നോക്കുമ്പോഴേക്കും $77.16 ക്ലോസിംഗ് നടത്തുന്നത്. ദിസ് ഇസ് അറ്റ് എ വെരി മേജർ റെസിസ്റ്റൻസ് സോൺ. കാര്യം $77-$78.50 ഇടയ്ക്ക് WTI ക്രൂഡിന്റെ മേജർ റെസിസ്റ്റൻസ് സോൺ ഇരിക്കുന്നത്. ആൻഡ് ഈ ഒരു റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യാൻ സാധിച്ചാൽ മാത്രമേ ഷോർട്ട് ടേം ട്രെൻഡ് ബുള്ളിഷായി മാറാൻ പോകുന്നുള്ളൂ. സോ കൈവശം ലോങ് പൊസിഷൻസ് ഉണ്ടെങ്കിൽ നമ്മൾ ഈ ഒരു സ്റ്റേജിൽ വൈൻഡ് അപ്പ് ചെയ്യുന്നതായിരിക്കും ഏറ്റവും നല്ല സ്ട്രാറ്റജി. ഷോർട്ട് പൊസിഷൻസ് അറ്റ് ദിസ് പോയിന്റ് ഒഴിവാക്കുക. സർ, ഗോൾഡിലേക്ക് വരികയാണെങ്കിൽ ഇന്നിപ്പോൾ വീണ്ടും ഒരു $2,500 എന്നൊരു സസ്റ്റെയിൻ ചെയ്തുകൊണ്ട് തന്നെയാണ് ഗോൾഡിലും വ്യാപാരം മുന്നോട്ട് കൊണ്ടുപോകുന്നത്. നിലവിലൊരു 0.5% ഇടിവിലാണ് വ്യാപാരം മുന്നോട്ട് കൊണ്ടുപോകുന്നത്. ട്രോയ് ഔൺസിന് 2,542.95 എന്നൊരു നിലയിലാണ് ഇപ്പോൾ വ്യാപാരം പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. ഗോൾഡിലുള്ള താങ്കൾ വാച്ച് ചെയ്യുന്ന പ്രധാനപ്പെട്ട ലെവലുകൾ ഏതൊക്കെയാണ്? സ്വർണത്തിന്റെ കേസിൽ സ്വർണം ഓഗസ്റ്റ് 20 $2,570 ലെവലിലായിരുന്നു നമുക്ക് ഓൾ ടൈം ഹൈ നൽകിയത്. അണ്ടർടോൺ വളരെ ബുള്ളിഷായി തന്നെ തുടരുന്നു. ഇന്നലത്തെ ക്ലോസിംഗ് പ്രൈസ് നോക്കുമ്പോഴേക്കും ഓൾ ടൈം ഹൈയുടെ അടുത്തോട്ട് വന്നിട്ടുണ്ട്. നമുക്ക് സ്വർണത്തിന്റെ കേസിൽ ഒരു പുതിയ ഓൾ ടൈം ഹൈ തന്നെ എക്സ്പെക്ട് ചെയ്യാം. ആ ഒരു ഓൾ ടൈം ഹൈ ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ അടുത്ത മേജർ റെസിസ്റ്റൻസ് $2,600 ലെവലിലായിരിക്കും. കൈവശം ഓൾറെഡി ലോങ് പൊസിഷൻ ഉണ്ടെങ്കിൽ അത് മെയിൻറ്റെയിൻ ചെയ്യുക, ബട്ട് പുതിയ ലോങ് പൊസിഷൻസ് അവോയ്ഡ് ചെയ്യുക.
സർ അതിനോടൊപ്പം തന്നെ നമ്മൾ ആഭ്യന്തര വിപണിയിലേക്ക് എത്തുമ്പോൾ ആഭ്യന്തര വിപണിയിൽ ഇന്നലെ വളരെ ശക്തമായിട്ടൊരു ബുള്ളിഷ് ട്രെൻഡ് തന്നെയായിരുന്നു കാണാൻ സാധിച്ചിരുന്നത്. 25,043.8 എന്ന ഡേ ഹൈ ക്രിയേറ്റ് ചെയ്തതിന് ശേഷം ക്ലോസ് ചെയ്തിരിക്കുന്നത് 25,000 എന്നൊരു ലെവലിന് മുകളിൽ തന്നെയാണ്. 25,010.6 എന്ന നിലയിൽ 0.5%-ലധികമാണ് നിഫ്റ്റി 50 ക്ലോസ് ചെയ്തിരിക്കുന്നത്. ഒരു ഡേ ലോ പരിശോധിക്കുകയാണെങ്കിൽ 24,874.7 എന്നൊരു നിലയുമാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. വെള്ളിയാഴ്ചത്തേക്കാളും ഉയർന്ന ഡേ ഹൈ ആൻഡ് ലോസ് തന്നെയാണ് ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്. നിഫ്റ്റി 50യിലുള്ള താങ്കളുടെ ഒരു എക്സ്പെക്ടേഷൻസ് എന്തൊക്കെയാണ്? ഇന്നൊരു പ്രോഫിറ്റ് ടേക്കിംഗ് എക്സ്പെക്ട് ചെയ്യാമോ? അല്ല, നിഫ്റ്റി 50യുടെ അണ്ടർടോൺ വളരെ വളരെ ബുള്ളിഷായി തന്നെ തുടരുന്നുണ്ട്. നമ്മൾ നിഫ്റ്റി 50യുടെ മെയിൻ സ്റ്റോക്സ് നോക്കിക്കഴിഞ്ഞാൽ റിലയൻസ് ആകട്ടെ, ഹിന്ദുസ്ഥാൻ യൂണിലിവർ ആകട്ടെ, ടെക്നോളജി സ്റ്റോക്സ് ആകട്ടെ, ഇതിൻ്റെ ഒക്കെ അണ്ടർടോൺ വളരെ ബുള്ളിഷായി തന്നെ തുടരുന്നു. ആൻഡ് ഞാൻ കഴിഞ്ഞ ഒത്തിരി ദിവസങ്ങളായിട്ട് പ്രതീക്ഷിച്ചുകൊണ്ടിരിക്കുന്നത് സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ ആൻഡ് HDFC ബാങ്കിലോട്ടും കൂടെ ഒരു ബൈയിങ് ഇൻട്രസ്റ്റ് വരുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ആ ഒരു മൂവ്മെന്റ് ഇതുവരെ നമുക്ക് കിട്ടിയിട്ടില്ല. സോ ആസ് ഇൻവെസ്റ്റേഴ്സ് നമ്മൾ തീർച്ചയായിട്ടും ഈ രണ്ട് സ്റ്റോക്സിൽ വി ഷുഡ് കണ്ടിന്യൂ ടു ഫോക്കസ്. ആൻഡ് നിഫ്റ്റി 50യുടെ സ്പെസിഫിക് കേസ് എടുക്കുമ്പോഴേക്കും ഓഗസ്റ്റ് 1-ാം തീയതി ആയിരുന്നു നമുക്ക് ഇതിന്റെ ഒരു ഓൾ ടൈം ഹൈ കാണാൻ സാധിച്ചത് 25,078 പോയിന്റിൽ. എൻ്റെ ഒരു എക്സ്പെക്ടേഷൻ ഈ ഒരു റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യപ്പെടും. ആ ഒരു റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ അടുത്ത മേജർ റെസിസ്റ്റൻസ് 25,150, അതിനെ തുടർന്ന് 25,350, അതിനെ തുടർന്ന് 25,500 പോയിന്റിലും ആയിരിക്കും റെസിസ്റ്റൻസ് ലെവൽസ്. സർ അതിനോടൊപ്പം തന്നെ നിഫ്റ്റി ബാങ്കിലേക്ക് കൂടി വരികയാണ്. നിഫ്റ്റി ബാങ്കിലും നല്ലൊരു ബുള്ളിഷ് ഫോർമേഷൻ തന്നെയായിരുന്നു നടന്നിട്ടുണ്ടായിരുന്നത്. 51,148.1 എന്ന നിലയിൽ ഏകദേശം 0.5% നേട്ടത്തിലാണ് നിഫ്റ്റി ബാങ്ക് സൂചിക ക്ലോസ് ചെയ്തിരിക്കുന്നത്. ഇന്നലത്തെ ഒരു ഡേ ഹൈ പരിശോധിക്കുകയാണെങ്കിൽ 51,317.85 എന്ന നിലയുമാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. നിഫ്റ്റി ബാങ്കിൽ താങ്കളുടെ ഒരു ഫോക്കസിലുള്ള പ്രധാനപ്പെട്ട ലെവലുകൾ ഏതൊക്കെയാണ്? നിഫ്റ്റി ബാങ്ക് ഇൻഡെക്സിന്റെ ട്രെൻഡ് നോക്കുമ്പോഴേക്കും അൺഫോർച്ചുനേറ്റ്ലി അൺലൈക്ക് നിഫ്റ്റി 50 ഇൻഡെക്സ്, നിഫ്റ്റി ബാങ്ക് ഇൻഡെക്സിന്റെ ലോങ് ടേം ട്രെൻഡ് ബുള്ളിഷ് ആണെങ്കിൽ പോലും ഷോർട്ട് ടേം ട്രെൻഡ് നമ്മൾ നോക്കുമ്പോഴേക്കും സൈഡ് വേസ് ആയിട്ടാണ് കാണാൻ സാധിക്കുന്നത്. നിഫ്റ്റി ബാങ്ക് ഇൻഡെക്സിൽ നമുക്ക് ശക്തമായിട്ട് ഒരു മൂവ്മെന്റ് കിട്ടണമെങ്കിൽ 51,600 പോയിന്റിന്റെ റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യണം. ആൻഡ് ആ ഒരു റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യപ്പെടണമെങ്കിൽ എൻ്റെ അഭിപ്രായത്തിൽ നമ്മൾ HDFC ബാങ്കിൽ തന്നെ ആ ഒരു ബൈയിങ് ഇൻട്രസ്റ്റ് വരണം. HDFC ബാങ്കിന്റെ സ്പെസിഫിക് കേസ് എടുക്കുമ്പോഴേക്കും നമ്മൾ ശ്രദ്ധിച്ചിരിക്കേണ്ട ഒരു റെസിസ്റ്റൻസ് ലെവൽ 1,660 രൂപ. ഈ ഒരു റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യാൻ സാധിച്ചു കഴിഞ്ഞാൽ നമുക്ക് HDFC ബാങ്കിലും അതുപോലെ തന്നെ നിഫ്റ്റി ബാങ്ക് ഇൻഡെക്സിലും നമുക്ക് നല്ലൊരു മൂവ്മെന്റ് പ്രതീക്ഷിക്കാം. സർ അതിനോടൊപ്പം തന്നെ ഇന്നലത്തെ ഒരു സ്റ്റാർ പെർഫോമറായി മാറിയിരുന്നത് IT ഇൻഡെക്സ് ആയിരുന്നു. വളരെ ശക്തമായിട്ടൊരു മുന്നേറ്റമാണ് IT ഇൻഡെക്സ് നടത്തിയിരിക്കുന്നത്. പ്രത്യേകിച്ചും ഇന്ന് കഴിഞ്ഞ ദിവസങ്ങളിൽ നാസ്ഡാക്ക് സൂചികയ്ക്കൊക്കെ വളരെ ശക്തമായിട്ടൊരു മുന്നേറ്റം രേഖപ്പെടുത്താൻ സാധിച്ചിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ഒരു റിഫ്ലക്ഷൻസും നമുക്ക് IT സൂചികയിൽ കാണാൻ സാധിച്ചിരുന്നു. IT സൂചിക ഇന്നലെ ക്ലോസ് ചെയ്തിരിക്കുന്നത് അതിശക്തമായിട്ടുള്ളൊരു 1.39 എന്നൊരു മൂവ്മെൻറ്റിലായിരുന്നു, അല്ലെങ്കിൽ ആ ഒരു നേട്ടം രേഖപ്പെടുത്തിക്കൊണ്ടാണ് ക്ലോസ് ചെയ്തിരിക്കുന്നത്. നിഫ്റ്റി IT-യിലുള്ള താങ്കളുടെ ഒരു എക്സ്പെക്ടേഷൻസ് എന്തൊക്കെയാണ്? IT-യിൽ ഇനി പ്രധാനമായിട്ടും വാച്ച് ചെയ്യേണ്ട ലെവലുകൾ ഏതൊക്കെയാണ്? അല്ല പറഞ്ഞ വളരെ ശരിയാ. നിഫ്റ്റി IT ഇൻഡെക്സിന്റെ അണ്ടർടോൺ വളരെ വളരെ ബുള്ളിഷായി തുടരുന്നു. IT ഇൻഡെക്സിലുള്ള എല്ലാ വിമന്മാരും വളരെ പോസിറ്റീവായിട്ട് അണ്ടർടോൺ കാണാൻ സാധിക്കുന്നത്. ആൻഡ് നിഫ്റ്റി IT ഇൻഡെക്സിന്റെ കേസിൽ നമ്മൾ ഇനി ശ്രദ്ധിച്ചിരിക്കേണ്ട 3 റെസിസ്റ്റൻസ് ലെവൽ. ആദ്യത്തെ 42,500, അതിനെ തുടർന്ന് 43,300, അതിനെ തുടർന്ന് 44,000 പോയിന്റിലും ആയിരിക്കണം. അറ്റ് ദിസ് പോയിന്റ് ഓഫ് ടൈം IT മേജർ സ്റ്റോക്സിലൊക്കെ ഷോർട്ട് പൊസിഷൻസ് പൂർണ്ണമായിട്ടും അവോയ്ഡ് ചെയ്യുക. കറക്ഷൻ നടക്കുന്ന സമയത്ത് തീർച്ചയായിട്ടും നമുക്ക് ലോങ് പൊസിഷൻസ് കൺസിഡർ ചെയ്യാം. സർ ഈ ഒരു സൂചികൾ താങ്കളുടെ ഫോക്കസിലുള്ള പ്രധാനപ്പെട്ട ഓഹരികൾ ഏതൊക്കെയാണ്? ഇനി ആ ഓഹരികൾ വാച്ച് ചെയ്യേണ്ട ലെവലുകൾ ഏതൊക്കെയാണ്? അല്ല, അൺഫോർച്ചുനേറ്റ്ലി നമ്മളിപ്പോ IT മേജർ സ്റ്റോക്സ് നോക്കിക്കഴിഞ്ഞാൽ TCS ഓൾറെഡി അതിന്റെ ഒരു ഓൾ ടൈം ഹൈ ലെവലിന് അടുത്ത ട്രേഡിംഗ് നടത്തി വരുന്നത്. ആൻഡ് ഓൾ ടൈം ഹൈ കാണാൻ സാധിക്കുന്നത് 4,565 രൂപയിൽ. കറന്റ് ലെവൽസിൽ ഒരു ലോ റിസ്ക് ആയിട്ട് ഒരു ബൈങ് ഓപ്പർച്യൂണിറ്റി എനിക്ക് കാണാൻ സാധിക്കുന്നില്ല. അതുപോലെ തന്നെ ഇൻഫോസിസിന്റെ കേസിൽ മേജർ റെസിസ്റ്റൻസ് കാണാൻ സാധിക്കുന്ന 1,903 രൂപയിൽ. ഈ ഒരു റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യാൻ സാധിച്ചു കഴിഞ്ഞാൽ നല്ലൊരു കുതിപ്പ് നമുക്ക് വീണ്ടും എക്സ്പെക്ട് ചെയ്യാം. HCL ടെക്നോളജിയുടെ കേസിൽ ഇന്നലെ വളരെ സ്ട്രോങ് ആയിട്ടായിരുന്നു ക്ലോസ് ചെയ്തത്.
ആൻഡ് HCL ടെക്നോളജിയുടെ കേസിൽ അടുത്ത മേജർ റെസിസ്റ്റൻസ് 1760, അതിനെ തുടർന്ന് 1800 രൂപയിലും ആയിരിക്കും. ആൻഡ് ഫൈനലി LTI മൈൻട്രി നോക്കിക്കഴിഞ്ഞാൽ LTI മൈൻട്രിയുടെ മേജർ റെസിസ്റ്റൻസ് ഇപ്പൊ കാണാൻ സാധിക്കുന്ന 5880 രൂപയിലാണ് കാണുന്നത്. സാർ, ഈ ഒരു മേഖലയിൽ നിന്നുള്ള ഒരു പക്ഷേ സാർ ഈ ഫോറത്തിൽ പലതവണ പറഞ്ഞിട്ടുള്ളൊരു സ്റ്റോക്കായിരുന്നു ടാറ്റ ടെക്നോളജി എന്ന് പറയുന്നത്. സാറിൻ്റെ ഏറ്റവും ഫേവറേറ്റ് സ്റ്റോക്കുകളിൽ ഒന്നായിരുന്നു എന്നും പറഞ്ഞിട്ടുണ്ടായിരുന്നു. ടാറ്റ ടെക്നോളജിയെ സംബന്ധിച്ചിട്ട് ഒരുപക്ഷെ ഇന്നലെ ദിവസങ്ങൾക്ക് ശേഷമാണ് നല്ലൊരു നേട്ടം രേഖപ്പെടുത്താൻ സാധിച്ചിരിക്കുന്നത്. ഏകദേശം 1.13% ഒരു നേട്ടമായിരുന്നു രേഖപ്പെടുത്തിയിട്ടുണ്ടായിരുന്നത്. ദിവസങ്ങൾക്ക് ശേഷം ഒന്ന് തിരുത്തുകയാണ്, അതിന് മുന്നത്തെ ഉള്ളൊരു ദിവസങ്ങളിലൊക്കെ നല്ലൊരു ശക്തമായിട്ടൊരു നേട്ടം രേഖപ്പെടുത്താൻ സാധിച്ചിട്ടുണ്ടായിരുന്നു. പ്രത്യേകിച്ചും ഓഗസ്റ്റിൽ ഒരു 20-ാം തീയതി 16-ാം തീയതിക്ക് ശേഷം ഈ ഓഹരിയിൽ കാര്യമായിട്ടൊരു ബൈങ് ഇൻട്രസ്റ്റ് കടന്നു വരുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. ടാറ്റ ടെക്കിൽ ഇപ്പോഴത്തെ ഒരു ലെവലിൽ ഏതെങ്കിലും തരത്തിലുള്ള ലോ റിസ്ക് ബൈങ് അവസരമുണ്ടോ? ഈ ഒരു ഓഹരിയിൽ ഇനി പ്രധാനമായിട്ടും ഒരു നിക്ഷേപകൻ വാച്ച് ചെയ്യേണ്ട ലെവലുകൾ ഏതൊക്കെയാണ്? അൺഫോർച്ചുനേറ്റ്ലി നമുക്ക് ടാറ്റ ടെക്നോളജിയിലെ കറന്റ് ലെവൽസിലെ പുതിയ ലോങ് പൊസിഷൻ അഡ്വൈസബിൾ അല്ല. ഇത് എന്തെന്നാൽ ഓഗസ്റ്റ് 5-ാം തീയതി ആയിരുന്നു ഈ സ്റ്റോക്കിന്റെ ഒരു ഓൾ ടൈം ലോ നമുക്ക് കാണാൻ സാധിക്കുന്നത് 970 രൂപയിൽ. അതിനുശേഷം നമുക്ക് കണ്ടിന്യൂസ് ആയിട്ട് മുന്നേറ്റം നൽകിയ ഒരു സ്റ്റോക്ക് ആയിരുന്നു ടാറ്റ ടെക്. ആൻഡ് ഇന്നലെ നമുക്കൊരു നല്ലൊരു ഓപ്പണിംഗ് നിമിഷങ്ങളിൽ നല്ലൊരു മൂവ്മെന്റ് കാണാൻ സാധിച്ചെങ്കിലും അത് ക്ലോസിംഗ് നിമിഷങ്ങളിൽ നമുക്കൊരു പ്രോഫിറ്റ് ടേക്കിംഗ് കാണാൻ ഇടയായി. സോ നമുക്കൊരു പുതിയ ലോങ് പൊസിഷൻ എടുക്കണമെങ്കിൽ ഈ സ്റ്റോക്കിൽ ഒരു പ്രോഫിറ്റ് ടേക്കിംഗ് നടക്കണം. പ്രോഫിറ്റ് ടേക്കിംഗ് നടക്കുന്ന സമയത്ത് 1020 രൂപയ്ക്ക് അടുത്ത് നമുക്കൊരു ലോങ് പൊസിഷൻ എടുക്കാൻ സാധിക്കുന്നുണ്ടെങ്കിൽ മാത്രം പുതിയ ലോങ് പൊസിഷൻ കൺസിഡർ ചെയ്യുക. Otherwise, we have to continue to wait. സാർ, ഏതായാലും ധാരാളം പ്രേക്ഷകർ ക്വയറീസുമായി എത്തിയിട്ടുണ്ട്. അതിൽ ആദ്യമായിട്ടൊരു പ്രേക്ഷകൻ സത്യജിത്ത് എന്ന പ്രേക്ഷകൻ LTTSും അതിനോടൊപ്പം തന്നെ LTI മൈൻട്രി എന്നീ 2 ഓഹരികളുമായി ബന്ധപ്പെട്ടുള്ള താങ്കളുടെ ഒരു ടേക്കാണ് ചോദിച്ചിരിക്കുന്നത്. ഈ 2 ഓഹരികളുള്ള താങ്കളുടെ ലോങ് ആൻഡ് ഷോർട്ട് ടൈം വ്യൂ എന്താണ്? നമ്മളിപ്പോൾ LTI മൈൻട്രിയെ കുറിച്ച് ഇപ്പോൾ നമ്മളൊരു വ്യൂ നൽകിയിരുന്നു, അതിനെക്കുറിച്ച് വീണ്ടും ഒരു വ്യൂ നൽകാം. ബട്ട് ലാർസൻ ആൻഡ് ടൂബ്രോ ടെക്നോളജി സർവീസസിന്റെ ടോണും വളരെ ബുള്ളിഷായി തന്നെ തുടരുന്നുണ്ട്. ഇതിന്റെ ഇമ്മീഡിയറ്റ് റെസിസ്റ്റൻസ് ഫേസ് ചെയ്യാൻ പോകുന്ന 5600 രൂപയിലായിരിക്കും. ആ ഒരു റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യാൻ സാധിച്ചു കഴിഞ്ഞാൽ അടുത്ത മേജർ റെസിസ്റ്റൻസ് 5750, 5750, അതിനെ തുടർന്ന് 5950 രൂപ. സോ കണ്ടിന്യൂ ടു മെയിൻറ്റെയിൻ ദ ലോങ് പൊസിഷൻ. ഷോർട്ട് പൊസിഷൻസ് പൂർണ്ണമായിട്ടും അവോയ്ഡ് ചെയ്യുക. LTI മൈൻട്രിയുടെ കേസിൽ നമ്മൾ ശ്രദ്ധിച്ചിരിക്കേണ്ട മേജർ റെസിസ്റ്റൻസ് 5900 രൂപയായിരിക്കും. അവിടെ നമുക്ക് ജൂലൈ 19-ാം തീയതി വന്ന 52 വീക്കായി അറൌണ്ട് 5900 റുപ്പീസ് ആയിരുന്നു. അത് തന്നെയായിരിക്കണം നമ്മൾ ആദ്യം ശ്രദ്ധിച്ചിരിക്കേണ്ട റെസിസ്റ്റൻസ് ലെവൽ. ലിവ് ലോങ് വെൽത്ത് സംഘടിപ്പിക്കുന്നു സൗത്ത് ഇന്ത്യയിലെ ഏറ്റവും വലിയ ഭാരത് ഓപ്ഷൻ ട്രേഡേഴ്സ് സമ്മിറ്റ്. അങ്കമാലി അറ്റ്ലക്സ് കൺവെൻഷൻ സെന്ററിൽ വെച്ച് സെപ്റ്റംബർ 1 ഞായറാഴ്ച രാവിലെ 9:30 മുതൽ 7:30 വരെ നീണ്ടു നിൽക്കുന്ന മെഗാ ഇവന്റിൽ ഹരിപ്രസാദ് കെ, ഷിജുമോൻ ആന്റണി, IT ജഗൻ, ഷാരിഖ് ഷംസുദ്ദീൻ, സുനിൽ മത്തായി തുടങ്ങി ട്രേഡിംഗ് ലോകത്തെ പ്രമുഖർ അണിനിരക്കുന്നു. ഇന്ത്യസ് ലാർജസ്റ്റ് ട്രേഡേഴ്സ് സമ്മിറ്റിൽ നിങ്ങൾക്കും പങ്കെടുക്കാം. നിങ്ങളുടെ സീറ്റ് ഉറപ്പിക്കാൻ ഞങ്ങളെ ബന്ധപ്പെടുക. പരിമിതമായ സീറ്റുകൾ മാത്രം. ഒന്നിലധികം പ്രേക്ഷകർ ജിയോ ഫൈനാൻഷ്യൽ സർവീസുമായി ബന്ധപ്പെട്ടുള്ള താങ്കളുടെ ഒരു എക്സ്പെക്ടേഷനാണ് ചോദിച്ചിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം 1% ഇടിവ് രേഖപ്പെടുത്തിയിട്ടായിരുന്നു ഈ ഒരു ഓഹരി ക്ലോസ് ചെയ്തിരിക്കുന്നത്. ജിയോ ഫിനിലുള്ള താങ്കളുടെ ഒരു വ്യൂ എന്താണ്? ജിയോ ഫിനിന്റെ കേസിൽ ലോങ് ടേം ട്രെൻഡ് ബുള്ളിഷ് ആണെങ്കിൽ പോലും ഷോർട്ട് ടേം ട്രെൻഡ് സൈഡ് വേസ് ആയിട്ടാണ് കാണുന്നത്. ഈ സ്റ്റോക്ക് ഇൻവെസ്റ്റേഴ്സ് ഇൻക്ലൂഡിംഗ് മീ ഒത്തിരി നിരാശപ്പെടുത്തിയ ഒരു സ്റ്റോക്ക് കഴിഞ്ഞ 2-3 ആഴ്ചത്തെ ട്രേഡിംഗ് പാറ്റേൺ നോക്കുമ്പോഴേക്കും കൈവച്ച് ഓൾറെഡി ലോങ് പൊസിഷൻ ഉണ്ടെങ്കിൽ നമ്മൾ വളരെ സ്ട്രിക്റ്റ് ആയിട്ട് 310 രൂപയിൽ ഒരു സ്റ്റോപ്പ് മെയിൻറ്റെയിൻ ചെയ്യണം. ഈ സ്റ്റോക്കിൽ നമുക്കൊരു പുതിയ ലോങ് പൊസിഷൻ എടുക്കണമെങ്കിൽ 343 രൂപയുടെ മുകളിൽ ക്ലോസ് ചെയ്യാൻ വേണ്ടി വെയിറ്റ് ചെയ്യണം. അറ്റ് ദിസ് പോയിന്റ് ഇതിന്റെ ഒരു ട്രെൻഡ് നോക്കിക്കഴിഞ്ഞാൽ സൈഡ് വേസ് ടു ഒരു ബെയറിഷ് മോഡിലാണ് ഈ സ്റ്റോക്ക് ട്രേഡിംഗ് നടത്തി വരുന്നത്. അതിനോടൊപ്പം തന്നെ ഒന്നിലധികം പ്രേക്ഷകർ ഷിപ്പ് ബിൽഡിംഗ് ഓഹരികളുമായി ബന്ധപ്പെട്ടുള്ള താങ്കളുടെ ഒരു വ്യൂ കൂടി ചോദിച്ചിട്ടുണ്ട്. ഈ ഓഹരികളിൽ ഇനി പ്രധാനമായിട്ടും വാച്ച് ചെയ്യേണ്ട ലെവലുകൾ ഏതൊക്കെയാണ്? കൊച്ചിൻ ഷിപ്പ്യാർഡിന്റെ കേസ് എടുക്കുമ്പോഴേക്കും കൊച്ചിൻ ഷിപ്പ്യാർഡിന് ഇമ്മീഡിയറ്റ് സപ്പോർട്ടായിട്ട് നമുക്ക് കാണാൻ സാധിക്കുക 2035 രൂപ. 2035 സപ്പോർട്ട് ബ്രേക്ക് ചെയ്യപ്പെട്ട് കഴിഞ്ഞാൽ ഈ സ്റ്റോക്കിൽ ഓൾമോസ്റ്റ് ഒരു 200 മുതൽ 300 രൂപയുടെ കറക്ഷൻ കൂടെ നടക്കാൻ ചാൻസസ് ഉണ്ട്.
ഇന്നത്തെ വ്യാപാരത്തിൽ എനിക്ക് തോന്നുന്നില്ല നമുക്ക് ഈ സ്റ്റോക്കിൽ ഒരു ബൈയിങ് ട്രിഗർ ലഭിക്കുമെന്ന്. മാസഗോൺ ഡോക്കിന്റെ കേസ് എടുക്കുമ്പോഴേക്കും സിമിലർ ഷോർട്ട് ടേം ട്രെൻഡ് വളരെ ബെയറിഷായി തന്നെ തുടരുന്നു. ഈ സ്റ്റോക്കിൽ നമ്മൾ ശ്രദ്ധിച്ചിരിക്കേണ്ട സപ്പോർട്ട് ഏരിയ 4100 രൂപ. ഈ ഒരു സപ്പോർട്ട് ബ്രേക്ക് ചെയ്യപ്പെട്ട് കഴിഞ്ഞാൽ ഓൾമോസ്റ്റ് 300 മുതൽ 400 രൂപയുടെ കറക്ഷൻ നടക്കാൻ ചാൻസസ് ഉണ്ട്. ആൻഡ് ഗാർഡൻ റീച്ച് ഷിപ്പ് ബിൽഡേഴ്സ് നോക്കുമ്പോഴേക്കും നമ്മൾ ശ്രദ്ധിച്ചിരിക്കേണ്ട ഒരു സപ്പോർട്ട് ഏരിയ 1720 രൂപ. ഈ ഒരു സപ്പോർട്ട് ബ്രേക്ക് ചെയ്യപ്പെട്ട് കഴിഞ്ഞാൽ 150 മുതൽ 200 രൂപയുടെ കറക്ഷന് വേണ്ടി നമ്മൾ പ്രിപ്പയർഡ് ആയിരിക്കണം. സർ, അതിനോടൊപ്പം തന്നെ അഞ്ജുഷ എന്ന പ്രേക്ഷക അദാനി പവറുമായി ബന്ധപ്പെട്ടുള്ള താങ്കളുടെ ഒരു വ്യൂ ആണ് ചോദിച്ചിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം 2% ഇടിവിലായിരുന്നു ഈ ഒരു ഓഹരി ക്ലോസ് ചെയ്തിരിക്കുന്നത്. അദാനി പവറിലുള്ള താങ്കളുടെ ഒരു ടേക്ക് എന്താണ്? അദാനി പവർ ലോങ് ടേം ട്രെൻഡ് ബുള്ളിഷ് ആണെങ്കിൽ പോലും ഷോർട്ട് ടേമിൽ അല്പം വീക്ക്നെസ് കാണാൻ സാധിക്കുന്നുണ്ട്. നമ്മുടെ കൈവശം ഓൾറെഡി ലോങ് പൊസിഷൻ ഉണ്ടെങ്കിൽ നമ്മൾ 617 രൂപയിൽ ഒരു സ്റ്റോപ്പ് മെയിൻറ്റെയിൻ ചെയ്യണം. ഈ സ്റ്റോക്കിന്റെ ഷോർട്ട് ടേം ട്രെൻഡ് തിരിച്ച് ബുള്ളിഷായി മാറണമെങ്കിൽ 720 മുകളിൽ ക്ലോസ് ചെയ്യണം. അറ്റ് ദിസ് പോയിന്റ് ഓഫ് ടൈം എനിക്ക് തോന്നുന്നില്ല 720 റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യപ്പെടുമെന്ന്. രഞ്ജിത്ത് എന്ന പ്രേക്ഷകൻ IFCI ലിമിറ്റഡുമായി ബന്ധപ്പെട്ടുള്ള താങ്കളുടെ ഒരു വ്യൂ ആണ് ചോദിച്ചിരിക്കുന്നത്. ഒരു സ്മോൾ ക്യാപ്പ് ഓഹരി കൂടിയാണിത്. ഇന്നലെ ഒരു വളരെ ഫ്ലാറ്റ് ആയിട്ടായിരുന്നു, ഒരു ഫ്ലാറ്റ് ടു നെഗറ്റീവ് ടോണിലായിരുന്നു ക്ലോസ് ചെയ്തിരിക്കുന്നത്. IFCI ലിമിറ്റഡിലുള്ള താങ്കളുടെ ഒരു വ്യൂ എന്താണ്? IFCI ലോങ് ടേം ട്രെൻഡ് ബുള്ളിഷ് ആണെങ്കിൽ പോലും ഷോർട്ട് ടേം ട്രെൻഡ് ഈസ് അണ്ടർഗോയിങ് എ കറക്ഷൻ. ഒരു സൈഡ് വേസ് പാറ്റേൺ കാണാൻ സാധിക്കുന്നത്. കൈവശം ഓൾറെഡി ലോങ് പൊസിഷൻ ഉണ്ടെങ്കിൽ ആ ഒരു പൊസിഷൻ മെയിൻറ്റെയിൻ ചെയ്യുക. 68 രൂപയിലായിരിക്കണം നമ്മൾ സ്റ്റോപ്പ് മെയിൻറ്റെയിൻ ചെയ്യേണ്ടത്. ഈ സ്റ്റോക്കിൽ പുതിയൊരു ലോങ് പൊസിഷൻ എടുക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ 74 രൂപ 75 പൈസയുടെ റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യാൻ വേണ്ടി വെയിറ്റ് ചെയ്യുക. സർ, അതിനോടൊപ്പം തന്നെ മറ്റൊരു പ്രേക്ഷകനായ വിമൽ ചോദിച്ചിരിക്കുന്നത് കമ്പ്യൂട്ടർ ഏജ് മാനേജ്മെന്റ് സർവീസസ് ലിമിറ്റഡ് അഥവാ ക്യാംസുമായി ബന്ധപ്പെട്ടുള്ള താങ്കളുടെ ഒരു വ്യൂ ആണ്. കഴിഞ്ഞ ദിവസം 0.5% ഇടിവിലായിരുന്നു ഓഹരി ക്ലോസ് ചെയ്തിരിക്കുന്നത്. ഒരു സ്മോൾ ക്യാപ് സ്പേസിൽപ്പെട്ട ഓഹരി കൂടിയാണിത്. ഈ ഒരു ഓഹരിയിലുള്ള താങ്കളുടെ ഒരു വ്യൂ എന്താണ്? ക്യാംസിൽ അറ്റ് ദ മൊമെന്റ് ഒരു വീക്ക്നെസ്സും കാണാൻ സാധിക്കുന്നില്ല. ലോങ് ടേം ആൻഡ് ഷോർട്ട് ടേം ട്രെൻഡ് രണ്ടും ബുള്ളിഷായി തന്നെ തുടരുന്നു. കൈവശം ലോങ് പൊസിഷൻ ഉണ്ടെങ്കിൽ അത് മെയിൻറ്റെയിൻ ചെയ്യുക. കറന്റ് ലെവൽസിൽ ആക്ച്വലി നമുക്കൊരു ലോങ് പൊസിഷൻ കൺസിഡർ ചെയ്യാം. അങ്ങനെ ഒരു ലോങ് പൊസിഷൻ എടുക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യേണ്ട സ്റ്റോപ്പ് ലോസ് 4345 രൂപയിൽ. ഇതിന്റെ മേജർ റെസിസ്റ്റൻസസ് ഫേസ് ചെയ്യാൻ പോകുന്ന ആദ്യത്തെ 4600, അതിനെ തുടർന്ന് 4700, അതിനുശേഷം 4900 രൂപയിൽ. മറ്റൊരു പ്രേക്ഷകൻ പഞ്ചാബ് നാഷണൽ ബാങ്കുമായി ബന്ധപ്പെട്ടുള്ള താങ്കളുടെ ഒരു വ്യൂ ആണ് ചോദിച്ചിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം വളരെ ഫ്ലാറ്റ് ആയിട്ടായിരുന്നു ഈ ഒരു ഓഹരി ക്ലോസ് ചെയ്തിരിക്കുന്നത്. 116.15 എന്ന നിലയാണ് രേഖപ്പെടുത്തിയിരിക്കുന്ന ക്ലോസിംഗ്. PNBയിലുള്ള താങ്കളുടെ വ്യൂ എന്താണ്? പഞ്ചാബ് നാഷണൽ ബാങ്ക് ലോങ് ആൻഡ് ഷോർട്ട് ടേം ട്രെൻഡ് രണ്ടും സൈഡ് വേസ് ആയിട്ടാണ് കാണുന്നത്. ബട്ട് നല്ലൊരു ലോ റിസ്ക് ബുള്ളിഷ് സെറ്റപ്പ് ഫോം ചെയ്തു വരുന്നുണ്ട്. നമ്മൾ ഈ സ്റ്റോക്കിൽ വളരെ ക്ലോസ് ആയിട്ട് ശ്രദ്ധിച്ചിരിക്കേണ്ട ഒരു സ്റ്റോക്കാണ് ഇന്നത്തെ വ്യാപാരത്തിൽ. ഇതിന്റെ ഇമ്മീഡിയറ്റ് മേജർ റെസിസ്റ്റൻസ് കാണുന്നത് 120 രൂപ. 120 റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യാൻ സാധിച്ചു കഴിഞ്ഞാൽ ഓൾമോസ്റ്റ് ഇമ്മീഡിയറ്റ്ലി ഈ സ്റ്റോക്കിൽ 10 രൂപയുടെ നേട്ടം നമുക്ക് എക്സ്പെക്ട് ചെയ്യാം. അങ്ങനെ ഒരു ലോങ് പൊസിഷൻ എടുക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നമ്മൾ 115 രൂപയിൽ നമ്മളൊരു സ്റ്റോപ്പ് മെയിൻറ്റെയിൻ ചെയ്യണം. മധു എന്ന പ്രേക്ഷകൻ സെൻട്രൽ ബാങ്ക് ഓഫ് ഇന്ത്യയുമായി ബന്ധപ്പെട്ടുള്ള താങ്കളുടെ ഒരു വ്യൂ ആണ് ചോദിച്ചിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം 1.5% നേട്ടം നൽകിയ ഒരു ഓഹരി കൂടിയാണ് ഇത്. സെൻട്രൽ ബാങ്ക് ഓഫ് ഇന്ത്യയിലുള്ള താങ്കളുടെ ലോങ് ആൻഡ് ഷോർട്ട് ടൈം വ്യൂ എന്താണ്? സോ സിമിലർ ടു പഞ്ചാബ് നാഷണൽ ബാങ്ക്, സെൻട്രൽ ബാങ്ക് ഓഫ് ഇന്ത്യയിലും നല്ലൊരു ബുള്ളിഷ് സെറ്റപ്പ് ലോ റിസ്ക് ആയിട്ട് ഫോം ചെയ്തു വരുന്നുണ്ട്. നമ്മൾ ഈ ഒരു സ്റ്റോക്കിലും ഇന്ന് വളരെ ശ്രദ്ധിച്ചിരിക്കണം. ഈ സ്റ്റോക്കിന്റെ മേജർ റെസിസ്റ്റൻസ് കാണുന്ന 62 രൂപ 50 പൈസ. ആ ഒരു റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യാൻ സാധിച്ചു കഴിഞ്ഞാൽ ഈ സ്റ്റോക്കിന്റെ അടുത്ത മേജർ റെസിസ്റ്റൻസ് 63 രൂപ 50 പൈസ, അതിനെ തുടർന്ന് 64 രൂപ 50 പൈസ. അങ്ങനെ ഒരു ലോങ് പൊസിഷൻ എടുക്കുന്നുണ്ടെങ്കിൽ നമ്മൾ സ്റ്റോപ്പ് ലോസ് 60 രൂപ 10 പൈസയിലായിരിക്കണം മെയിൻറ്റെയിൻ ചെയ്യേണ്ടത്. മറ്റൊരു പ്രേക്ഷകൻ ബാങ്കുമായി ബന്ധപ്പെട്ടുള്ള താങ്കളുടെ ഒരു വ്യൂ ആണ് ചോദിച്ചിരിക്കുന്നത്. 1.27% ഇടിവിലായിരുന്നു ഈ ഓഹരി ഇന്നലെ ക്ലോസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. പ്രധാനമായിട്ടും പറയുകയാണെങ്കിൽ കഴിഞ്ഞ കുറേ ദിവസങ്ങൾ, പ്രത്യേകിച്ചും ഒരു 4-5 ട്രേഡിംഗ് സെഷൻസിലായിട്ട് കാര്യമായിട്ടൊരു മുന്നേറ്റം രേഖപ്പെടുത്താതെ സൈഡ് വേസ് പാറ്റേണിൽ പോകുന്ന ഒരു ഓഹരി കൂടിയാണിത്. ബാങ്കിലുള്ള താങ്കളുടെ ഒരു വ്യൂ എന്താണ്?
അനില പറഞ്ഞത് വളരെ ശരിയാ. ഷോർട്ട് ടേം ട്രെൻഡ് ആൻഡ് ലോങ് ടേം ട്രെൻഡ് യെസ് ബാങ്കിന്റെ നോക്കുമ്പോഴേക്കും ഇത് സൈഡ് വേസ് ആയിട്ടാണ് കാണാൻ സാധിക്കുന്നത്. അൺഫോർച്ചുനേറ്റ്ലി ഇന്നത്തെ വ്യാപാരത്തിൽ എനിക്കൊരു ബുള്ളിഷ് ട്രിഗർ ഈ സ്റ്റോക്കിൽ കാണാൻ സാധിക്കുന്നില്ല. മേജർ റെസിസ്റ്റൻസ് ആയിട്ട് നമ്മൾ ശ്രദ്ധിച്ചിരിക്കേണ്ട ലെവല് 25 രൂപ 25 പൈസ. അനില എൻ്റെ അടുക്ക് ഈ ഒരു സ്റ്റോക്കിനെ കുറിച്ച് ചോദിച്ചതുകൊണ്ട് ഒരു ലോ വാല്യൂ വേറൊരു സ്റ്റോക്ക് എൻ്റെ ശ്രദ്ധയിലോട്ട് വന്നിരിക്കുന്നത് ഇറ്റ് ഈസ് IDFC ഫസ്റ്റ് ബാങ്ക്. IDFC ഫസ്റ്റ് ബാങ്കിൽ ഒരു ഡിസ്ക്ലോഷർ പേഴ്സണലി എനിക്കൊരു ലോങ് പൊസിഷൻ ഉണ്ട്. ആൻഡ് ഈ ഒരു സ്റ്റോക്കിൽ നമ്മൾ ശ്രദ്ധിച്ചിരിക്കേണ്ട ഒരു റെസിസ്റ്റൻസ് ലെവൽ ഇന്നത്തെ വ്യാപാരത്തിൽ 75 രൂപ 30 പൈസ. ആ ഒരു റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യാൻ സാധിച്ചു കഴിഞ്ഞാൽ അടുത്ത മേജർ റെസിസ്റ്റൻസ് 75 രൂപ 80 പൈസ, അതിനുശേഷം 77 രൂപ. 77ന്റെ റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യാൻ സാധിച്ചു കഴിഞ്ഞാൽ ഈ സ്റ്റോക്കിൽ ഓൾമോസ്റ്റ് ഇമീഡിയറ്റ്ലി നമുക്കൊരു 3 രൂപയുടെ കുതിപ്പ് എക്സ്പെക്ട് ചെയ്യാം. യെസ്, ഉണ്ണികൃഷ്ണ വർമ്മ എന്ന പ്രേക്ഷകൻ IREDയുമായി ബന്ധപ്പെട്ടുള്ള താങ്കളുടെ ഒരു വ്യൂ ആണ് ചോദിച്ചിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം 2.5% ഇടിവിലായിരുന്നു ഈ ഒരു ഓഹരി ക്ലോസ് ചെയ്തിരിക്കുന്നത്. എന്നാൽ ഓഗസ്റ്റ് 22 നേരിയ ഒരു ഗ്യാപ്പ് അപ്പ് ഓപ്പണിംഗ് നൽകി വ്യാപാരം ആരംഭിച്ച ഓഹരി കൂടിയാണ്. അതിനുശേഷം നേരിയ സൈഡ് വേസിലേക്ക് പോയിട്ടുണ്ട് എന്നും കാണാം. IREDയിലുള്ള താങ്കളുടെ ഒരു വ്യൂ എന്താണ്? IREDയെ ലോങ് ടേം ട്രെൻഡ് ബുള്ളിഷ് ആണെങ്കിൽ പോലും ഷോർട്ട് ടേം ട്രെൻഡിൽ നമുക്കൊരു അല്പം വീക്ക്നെസ് കാണാൻ സാധിക്കുന്നുണ്ട്. നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ കൈവശം ലോങ് പൊസിഷൻ ഉണ്ടെങ്കിൽ അത് മെയിൻറ്റെയിൻ ചെയ്യുക. അങ്ങനെ ഒരു ലോങ് പൊസിഷൻ ഉണ്ടെങ്കിൽ നമ്മൾ 237 രൂപയിലായിരിക്കാം നമ്മുടെ സ്റ്റോപ്പ് മെയിൻറ്റെയിൻ ചെയ്യേണ്ടത്. ഈ ഒരു കറക്ഷൻ പ്രോഫിറ്റ് ടേക്കിംഗ് നടക്കുന്ന സമയത്ത് നമുക്ക് 240 243 ഈ ഒരു റേഞ്ചിൽ ലോങ് പൊസിഷൻ എടുക്കാൻ സാധിക്കുന്നുണ്ടെങ്കിൽ വി ക്യാൻ കൺസിഡർ ലോങ് പൊസിഷൻ. ഷെഫീഖ് എന്ന പ്രേക്ഷകൻ ഉമ എക്സ്പോർട്സ് ലിമിറ്റഡ് എന്ന കമ്പനിയുമായി ബന്ധപ്പെട്ടുള്ള അല്ലെങ്കിൽ ഓഹരിയുമായി ബന്ധപ്പെട്ടുള്ള താങ്കളുടെ ഒരു വ്യൂ ആണ് ചോദിച്ചിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം അപ്പർ സർക്യൂട്ടിലായിരുന്നു ഈ ഒരു ഓഹരി ക്ലോസ് ചെയ്തിരിക്കുന്നത്. ഇത് 20% ഉയർന്ന് 122.1 എന്ന നിലയിലാണ് ക്ലോസ് ചെയ്തിരിക്കുന്നത്. ഉമ എക്സ്പോർട്സിലുള്ള താങ്കളുടെ ഒരു വ്യൂ എന്താണ്? ഒരു സ്മോൾ ക്യാപ് സ്പേസിൽപ്പെട്ട ഓഹരി കൂടിയാണ് ഉമ എക്സ്പോർട്സ്. അല്ല, ഉമ എക്സ്പോർട്സിന്റെ കഴിഞ്ഞ 2 കൊല്ലത്തെ ഒരു ട്രേഡിംഗ് പാറ്റേൺ നോക്കുമ്പോഴേക്കും ഇടയ്ക്കിടയ്ക്ക് ഈ ഒരു സ്റ്റോക്കിൽ ഒരു മാനിപ്പുലേഷൻ നടക്കുന്ന ഒരു ഫീൽ എനിക്ക് കിട്ടുന്നുണ്ട്. ആൻഡ് അനില പറഞ്ഞ പോലെ ദിസ് ഇസ് എ സ്മോൾ ക്യാപ് സ്റ്റോക്ക്. കഴിഞ്ഞ ഒരു 4-5 സെഷൻസിലായിരുന്നു വീണ്ടും ഈ സ്റ്റോക്കിൽ വലിയൊരു കുതിപ്പ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. നമ്മുടെ കൈവശം ഓൾറെഡി ലോങ് പൊസിഷൻ ഉണ്ടെങ്കിൽ നമ്മൾ ആ ലോങ് പൊസിഷൻ വൈൻഡ് അപ്പ് ചെയ്യാൻ ശ്രമിക്കണം. ഇത്തരം സ്റ്റോക്സിൽ നമ്മൾ ട്രേഡിംഗ് നടത്താൻ ശ്രമിച്ചു കഴിഞ്ഞാൽ ഇറ്റ് ഇസ് ഹൈലി റിസ്കി. ജോയ് എന്ന പ്രേക്ഷകൻ ഡാബർ ഇന്ത്യയുമായി ബന്ധപ്പെട്ടുള്ള താങ്കളുടെ ഒരു വ്യൂ ആണ് ചോദിച്ചിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം 1.5% നേട്ടം രേഖപ്പെടുത്താനായിട്ട് ഈ ഒരു ഓഹരിക്ക് സാധിച്ചിട്ടുണ്ടായിരുന്നു. ഡാബർ ഇന്ത്യയിലുള്ള താങ്കളുടെ ഒരു ടേക്ക് എന്താണ്? ഡാബർ ഇന്ത്യ ലോങ് ടേം ആൻഡ് ഷോർട്ട് ടേം ട്രെൻഡ് രണ്ടും ബുള്ളിഷായി തന്നെ തുടരുന്നു. അറ്റ് ദ മൊമെന്റ് വീക്ക്നെസ് ഒന്നും തന്നെ കാണാൻ സാധിക്കുന്നില്ല. ഈ സ്റ്റോക്ക് ജൂലൈ 23 ആയിരുന്നു നമുക്ക് ഓൾ ടൈം ഹൈ നൽകിയത് 662 രൂപയിൽ. എൻ്റെ ഒരു എക്സ്പെക്ടേഷൻ ഈ ഒരു ഓൾ ടൈം ഹൈ ബ്രേക്ക് ചെയ്യപ്പെടും. പുതിയ ലോങ് പൊസിഷൻസ് അറ്റ് ദിസ് ലെവൽ അഡ്വൈസ് ചെയ്യുന്നില്ല. ബട്ട് കൈവശം ഓൾറെഡി ലോങ് പൊസിഷൻ ഉണ്ടെങ്കിൽ അത് മെയിൻറ്റെയിൻ ചെയ്യുക. നൗഫൽ എന്ന പ്രേക്ഷകൻ നൈക്കയുമായി ബന്ധപ്പെട്ടുള്ള താങ്കളുടെ ഒരു വ്യൂ ആണ് ചോദിച്ചിരിക്കുന്നത്. 2.83% ഇടിവിലായിരുന്നു കഴിഞ്ഞ ദിവസം നൈക്ക ക്ലോസ് ചെയ്തിരിക്കുന്നത്. വെള്ളിയാഴ്ച ഒരു പുതിയൊരു 52 വീക്ക് ഹൈ ക്രിയേറ്റ് ചെയ്യാൻ ഈ ഒരു ഓഹരിക്ക് സാധിച്ചിട്ടുമുണ്ടായിരുന്നു. നൈക്കയിലുള്ള താങ്കളുടെ ഒരു ടേക്ക് എന്താണ്? നൈക്ക അണ്ടർടോൺ ലോങ് ആൻഡ് ഷോർട്ട് ടേം ട്രെൻഡ് രണ്ടും ബുള്ളിഷായി തന്നെ തുടരുന്നു. ഇന്നലെ നമ്മൾ കണ്ട നേരിയൊരു ഇടിവ് ഇസ് ഓൺലി പ്രോഫിറ്റ് ടേക്കിംഗ്. അടുത്ത 2 സെഷൻസിൽ ദർസ് എ ഹൈ പോസിബിലിറ്റി സ്റ്റോക്കിൽ ഒരു പ്രോഫിറ്റ് ടേക്കിംഗ് നടക്കാൻ നല്ല ചാൻസ് ഉണ്ട്. ആ കൈവശം നമ്മൾ ലോങ് ടേം ഇൻവെസ്റ്റർ ആണെങ്കിൽ നമ്മൾ ഒന്നും ചെയ്യേണ്ട കാര്യമില്ല. ഈ സ്റ്റോക്കിന്റെ മേജർ സപ്പോർട്ട് 208 മുതൽ 212 രൂപ വരെ ആയിരിക്കും. ആ ഒരു റേഞ്ച് വരെ ഈ സ്റ്റോക്കിൽ കറക്ഷൻ നടക്കുന്നുണ്ടെങ്കിൽ നമുക്കൊരു പുതിയ ലോങ് പൊസിഷൻ ആ ഒരു ലെവലിൽ നമുക്ക് കൺസിഡർ ചെയ്യാം. ബെറ്റ്സിമോൾ എന്ന പ്രേക്ഷക സെർവോടെക് പവറുമായി ബന്ധപ്പെട്ടുള്ള താങ്കളുടെ ഒരു വ്യൂ ആണ് ചോദിച്ചിരിക്കുന്നത്. സെർവോടെക് പവർ സിസ്റ്റംസ് കഴിഞ്ഞ ദിവസം വളരെ ഫ്ലാറ്റ് ആയിട്ടായിരുന്നു ക്ലോസ് ചെയ്തിരിക്കുന്നത്. ഒരു സ്മോൾ ക്യാപ് സ്പേസിൽപ്പെട്ട ഓഹരി കൂടിയാണ് സെർവോടെക്. സെർവോടെക്കിലുള്ള താങ്കളുടെ ഒരു വ്യൂ എന്താണ്? സെർവോടെക്കിന്റെ കേസ് ഇസ് ലൈക്ക് ഉമ എക്സ്പോർട്സ്. ആൻഡ് ഈ ഒരു സ്റ്റോക്കിന്റെ ട്രേഡിംഗ് പാറ്റേൺ നോക്കുമ്പോഴേക്കും എനിക്ക് 2023 ഏപ്രിൽ മെയ് മാസങ്ങളിൽ ഒരു അല്പം മാനിപ്പുലേഷൻ നടത്തിയ ഒരു ഫീല് കിട്ടുന്നുണ്ട്. ആൻഡ് ഈ സ്റ്റോക്കിന്റെ ഒരു ട്രേഡിംഗ് ഹിസ്റ്ററി നോക്കുകയാണെങ്കിൽ
2018 2020 ഈ സ്റ്റോക്ക് വളരെ ലോ വാല്യൂ അറൌണ്ട് 2-3 രൂപയ്ക്ക് അടുത്തായിരുന്നു ഇത് ട്രേഡിംഗ് നടത്തിക്കൊണ്ടുവന്നത്. 2023 മുതലായിരുന്നു ഈ സ്റ്റോക്കിൽ ഒരു വലിയൊരു മൂവ്മെന്റ് കാണാൻ സാധിച്ചത്. ഈ സ്റ്റോക്കിൽ നമ്മൾ ലോങ് പൊസിഷൻ എടുക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നമ്മൾ ആദ്യം തന്നെ ഈ സ്റ്റോക്കിന്റെ ഫൈനാൻഷ്യൽസ് സ്റ്റഡി ചെയ്യണം. നല്ല ഫൈനാൻഷ്യൽസ് ആണെങ്കിൽ മാത്രം ഇത്തരം സ്റ്റോക്സിൽ ലോങ് പൊസിഷൻ കൺസിഡർ ചെയ്യുക. അറ്റ് ദിസ് പോയിന്റ് സ്റ്റോക്ക് ഓൾ ടൈം ഹൈ ലെവലിന്റെ അടുത്ത ട്രേഡിംഗ് നടത്തി വരുന്നത്. സോ വി ഹവ് ഗോട്ട് ടു ബി വെരി വെരി കെയർഫുൾ. പുതിയ ലോങ് പൊസിഷൻസ് ഈ സ്റ്റോക്കിൽ അഡ്വൈസ് ചെയ്യുന്നില്ല. സാറിന് ഫ്രീ ആക്കുന്നതിന് മുമ്പ് അവസാനമായി കനറ ബാങ്കുമായി ബന്ധപ്പെട്ടൊരു ക്വറി കൂടി എത്തിയിട്ടുണ്ട്. ജിനീഷ് എന്ന പ്രേക്ഷകനാണ് ചോദിച്ചിരിക്കുന്നത്. കനറ ബാങ്കിലുള്ള താങ്കളുടെ ഒരു വ്യൂ എന്താണ്? സോ കാനറ ബാങ്കിന്റെ ട്രേഡിംഗ് പാറ്റേൺ നോക്കുമ്പോഴേക്കും അഗെയിൻ ലോങ് ടേം ട്രെൻഡ് ഷോർട്ട് ടേം ട്രെൻഡ് ഒക്കെ തന്നെ സൈഡ് വേസ് ആയിട്ടാണ് കാണുന്നത്. ഈ സ്റ്റോക്കിന്റെ ഒരു മേജർ റെസിസ്റ്റൻസ് കാണുന്നത് 114 രൂപയില. ആ ഒരു റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യാൻ സാധിച്ചാൽ മാത്രം നമുക്ക് ഒരു ലോങ് പൊസിഷൻ കൺസിഡർ ചെയ്യാം. നമ്മളൊരു PSU ബാങ്കിങ് സ്റ്റോക്കിൽ അല്ലെങ്കിൽ ഒരു ബാങ്കിങ് സെക്ടറിൽ നമ്മൾ ഒരു ലോങ് പൊസിഷൻ എടുക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നമ്മൾ ഇന്ന് നേരത്തെ ഡിസ്കസ് ചെയ്ത HDFC ബാങ്ക്, IDFC ഫസ്റ്റ് ബാങ്ക്, സെൻട്രൽ ബാങ്ക് ഓഫ് ഇന്ത്യ അല്ലെങ്കിൽ പഞ്ചാബ് നാഷണൽ ബാങ്ക് ഇത്തരം സ്റ്റോക്സിലായിരിക്കാം ഏറ്റവും ലോ റിസ്ക് ആയിട്ടുള്ള ബൈയിങ് ഓപ്പർച്യൂണിറ്റീസ് അറ്റ് ദ മൊമെന്റ് കാണാൻ സാധിക്കുന്നത്. സർ, താങ്ക് യു സോ മച്ച് പ്രദീപ് സാർ, ഇത്രയും സമയം ഞങ്ങളോടൊപ്പം ചെലവഴിച്ചതിന്. ഏതായാലും ധാരാളം ക്വയറീസ് എത്തുന്നുണ്ട്. സമയപരിമിതി മൂലമാണ് എല്ലാ ക്വയറീസും അഡ്രസ് ചെയ്യാൻ സാധിക്കാത്തത്. വീണ്ടും പ്രദീപ് സാർ നമ്മളോടൊപ്പം ജോയിൻ ചെയ്യുന്ന സമയത്ത് കഴിവതും ഈ ക്വയറീസ് എല്ലാം തന്നെ അഡ്രസ് ചെയ്യാൻ ശ്രമിക്കുന്നതാണ്. വീണ്ടും മാർക്കറ്റിൻ്റെ അനാലിസിസും ഒപ്പം തന്നെ എക്സ്പേർട്ട് ഒപ്പീനിയനും ഒക്കെ ആയിട്ട് കാണാം. അതുവരെ നന്ദി, നമസ്കാരം.